ചിക്കനിൽ എങ്ങനെ മരുന്നടിക്കാൻ പറ്റുന്നത്? ഒരിക്കലും അത് പോസിബിൾ അല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ജനങ്ങളുടെ ഇടയിലായാലും ഒരു കോൺട്രവേഴ്സി സൃഷ്ടിക്കുകയാണ്. ചിക്കനിൽ മരുന്നടിച്ച് കുത്തിവെച്ചാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് പോസിബിൾ അല്ല, ഒരിക്കലും പോസിബിൾ അല്ല. ചിക്കനിൽ ഹോർമോൺ ഇഞ്ചക്ഷൻ്റെ കോസ്റ്റ് എന്താണ്? ആ കോസ്റ്റ് എങ്ങനെ ഒരു ഫാർമറിന് എഫക്റ്റീവ് ആവും? കോഴി മാത്രം കൊടുക്കുന്നത് 100-130 രൂപയാണ് ഇന്നത്തെ വില. ആ വിലയ്ക്ക് ഹോർമോണും കുത്തിവെച്ച് ആൻറ്റിബയോട്ടിക്കും കുത്തിവെച്ച് എങ്ങനെയാണ് മുതലാവും? ഇനി ഹോർമോൺ ഇഞ്ചക്ഷൻ കുത്തിവെച്ചു എന്ന് തന്നെ വെച്ചോ, അതിന് ആയുസില്ല. ആ ഹോർമോൺ ഇഞ്ചക്ഷൻ ആയുസില്ല. നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു ഹോർമോൺ ഇഞ്ചക്ഷൻ വാങ്ങിച്ചാൽ അവർ ഫ്രിഡ്ജിൽ നിന്നാണ് എടുത്തു തരാം. എന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ പറ്റത്തില്ല. അവർ റാക്കിൽ വെച്ചുവിടുക. അതിനൊരു നിശ്ചിത ടെമ്പറേച്ചറിൽ ഇരുന്നാലേ അതിന് വാല്യൂ ഉള്ളൂ. അത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺ ഇഞ്ചക്ഷന് ഒരു വാല്യൂ ഇല്ല. ഇതാണ് നിങ്ങൾ ചിക്കനിൽ കുത്തിവെക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ചിക്കൻ കോഴിക്കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കഴുകി 200-250 ഡിഗ്രി ചൂടാക്കി കഴിക്കുമ്പോൾ ഈ ഹോർമോൺ എവിടെ നിൽക്കാനാണ്?